കട്ടപ്പന പാറക്കടവിൽ കുടുംബ വഴക്കിനെ തുടർന്ന് പരിക്കേറ്റ വൃദ്ധയെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു. എന്നാൽ മർദ്ദനത്തിൽ പിടിയിലായ മകൻ പ്രസാദിന്റെ ഭാര്യ വൃദ്ധയുടെ മുറിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചെന്ന് പരാതി. വിഷയത്തിൽ പോലീസിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ വാർഡ് കൗൺസിലറും നാട്ടുകാരും രംഗത്തുവന്നു. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് 75-കാരിയായ കൊല്ലപ്പള്ളി കമലമ്മയെ മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് മർദ്ദിച്ചത്. മകനും ഭാര്യയും കമലമ്മയും തമ്മിൽ മുമ്പ് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ കോടതിയിലുമാണ്. തുടർന്ന് ഏപ്രിൽ 23-ന് രാവിലെ വാക്കുതർക്കമുണ്ടാകുകയും പ്രസാദ് കമലമ്മയെ കോടാലി ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു. തുടർന്ന് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിൽ ജയിലിൽ കഴിയുകയാണ്. ബുധനാഴ്ച ഉച്ചയോടെ കമലമ്മയെ ചികിത്സയ്ക്ക് ശേഷം നാട്ടുകാരും വാർഡ് കൗൺസിലറും വീട്ടിലെത്തിച്ചു. പ്രസാദ് താമസിക്കുന്ന വീടിന്റെ ഒരു മുറിയിൽ പുറത്തേക്കുള്ള വാതിൽ നിർമ്മിച്ചാണ് കമലമ്മ കഴിയുന്നത്. ഈ മുറിയിലേക്കുള്ള വൈദ്യുതിയാണ് പ്രസാദിന്റെ ഭാര്യ ഓഫ് ചെയ്തത്. ഇതോടെ വൈദ്യുതിയും വെള്ളവുമില്ലാതെ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന വയോധിക വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇപ്പം ആശുപത്രിയിൽ നിന്ന് 20 ഏക്കറിൽ മുന്നോട്ട് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇപ്പം അത് കാലും ഒടിഞ്ഞ് കൈ ഒടിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം അതിനകത്ത് കറണ്ട് അതിനകത്തുനിന്ന് അവർ കട്ട് ചെയ്തിരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് കറണ്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം അത് ചെയ്തു കൊടുക്കണം. അതാണ് ഇപ്പം അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. വിഷയത്തിൽ പോലീസ് അധികാരികളെ വിവരം അറിയിച്ചുവെങ്കിലും പ്രസാദിന്റെ ഭാര്യയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പോലീസിന്റെ ഇടപെടലെന്നാണ് ആരോപണം. അതോടൊപ്പം കമലമ്മയുടെ മൊഴിയിൽ മരുമകൾ സ്ഥിരമായി ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇപ്പം ഇവിടെ ഈ അമ്മയ്ക്കായിട്ട് ഒരു മുറി പണിത് കൊടുത്തിട്ടുണ്ട്. ആ മുറിയിൽ ഇപ്പൊ കറണ്ട് ഇല്ല, വെള്ളമില്ല. എങ്ങനെ അവർ ഭക്ഷണം പാചകം ചെയ്യും? കറണ്ട് ഇല്ലാതെ ഒരു ഫാൻ പ്രവർത്തിക്കാനോ ഒരു ബൾബ് പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ DSPയെ വിളിച്ചായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞാൽ ത്രൂ ഔട്ട് കറണ്ട് കൊടുക്കാൻ. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ നിയമമുണ്ടോ? അപ്പം ഈ അയൽവക്കത്തുനിന്ന് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നിയമത്തിന് തെറ്റായ കാര്യമല്ലേ? അപ്പോൾ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി ഈ അമ്മയുടെ മൊഴി എടുത്തിരുന്നു. മൊഴി എടുത്തപ്പോൾ ഇവളെ അടിച്ചു എന്ന് അമ്മ പറഞ്ഞല്ലോ, മൊഴിയിലുണ്ട്. എന്നിട്ട് ഇത്രയും നാളായിട്ട് അവർക്കെതിരെ ഒരു കേസെടുക്കുകയോ ഒരു നിയമപരമായി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മകന്റെയും മരുമകളുടെയും ഭാഗത്തു നിന്നും വയോധിക നേരിടുന്ന ശാരീരിക പീഡനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി കളക്ടർ അടക്കമുള്ള ഉന്നതാധികാരികൾക്ക് നാട്ടുകാരും കൗൺസിലറും പരാതി നൽകി. ഇതിൽ പ്രകാരം വില്ലേജ് ഓഫീസ് അധികൃതർ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ സന്ദർശനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും വയോധികയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നുമാണ് പരാതി. കാലിനും കൈക്കും പരിക്കേറ്റ വയോധിക മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നതിലും നാട്ടുകാർക്ക് ആശങ്കയാണ്. അർഹതപ്പെട്ട നീതി കമലമ്മയ്ക്ക് ലഭ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്.